കാറ്റത്തെ കിളിക്കൂട് സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിധി സുഭാഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എല്ലാവരും പറയുന്നു ഈ വീട്ടിലെ പെണ്ണുങ്ങൾ വാടില്ല, പെണ്ണുങ്ങളെ ഇവിടെ കയറ്റില്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെക്കുറിച്ച് ഒരു നല്ല ഇമേജ് തന്നെയാണ് പുറത്തൊക്കെ ഉള്ളത്. പക്ഷേ അതൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടി ഇപ്പോൾ സാധിച്ചില്ലേ? അതിന് ഇനി സുഭാഷിൻ്റെ കല്യാണം കൂടെ നടക്കണം. എനിക്കിനി അതേ ഉള്ളൂ ഒരു ആഗ്രഹം എന്ന് പറയുന്നുണ്ട്. അതൊക്കെ സമയമാകുമ്പോൾ നടക്കുമല്ലോ, മോൾ ഇനി അതിനെക്കുറിച്ച് ചിന്തിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് സുഭാഷ് നിധിയുടെ അടുത്ത് പറയുന്നുണ്ട്. നിധി ആ സമയത്ത് പറയുന്നുണ്ട്, ഇല്ല ഇനി അങ്ങനെ നീട്ടിവെക്കേണ്ട ഒരു കാര്യമില്ല. ഹരീഷിനും കല്യാണമാവാറായി. ഇനിയാണെങ്കിൽ മൂത്ത് ചേട്ടൻ്റെ കല്യാണം നമ്മൾ ഇനി ഏറ്റവും നല്ല രീതിയിൽ നടത്തേണ്ടത്. ഞാനത് സുധീഷിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അതിപ്പോൾ നടത്താൻ വേണ്ടി പെണ്ണ് നോക്കണ്ടേ? നോക്കിയല്ലേ കല്യാണം നടത്താൻ പറ്റുള്ളൂ. ആദ്യം പെണ്ണ് റെഡിയാവട്ടെ, എന്നിട്ട് മതി നമുക്ക് അതിനെക്കുറിച്ച് ആലോചന. വേറെ എന്തെങ്കിലും സംസാരിക്കുന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഇനി നമ്മളിവിടെ കല്യാണം നടത്തേണ്ടത് ഹരീഷിൻ്റെ ആണെങ്കിലും അവർ വീട്ടുകാർ പറഞ്ഞില്ലേ, എല്ലാവരും മുമ്പിൽ വെച്ച് അവർക്കൊരേ ഒരു മോളല്ലേ ഉള്ളൂ, കല്യാണം പോലെ നടത്തണമെന്ന് അങ്ങനെ പറഞ്ഞിട്ടാ അന്ന് പറഞ്ഞയച്ചത് തന്നെയാണ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് നീതുവിനെ. എന്നാൽ നീതു ആണെങ്കിൽ എന്തായാലും ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ഹരീഷിനെ, അതുറപ്പാ. അതിന് തെളിവല്ലേ അന്ന് നമുക്കെല്ലാ സപ്പോർട്ടും അവൾ തന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അത് ശരിയാ എന്നൊക്കെ പറഞ്ഞിട്ട് സുധീഷ് വരുന്നുണ്ട്. എന്നിട്ട് സുധീഷ് പറയുക നിധിയുടെ അടുത്ത്, ഇതുപോലെയെങ്കിൽ പെണ്ണുങ്ങളായിരിക്കണം, നിന്നെപ്പോലെ അല്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തിനാ അങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞ് വഴക്ക് പറയുന്നുണ്ട് സുഭാഷ്. എന്തായാലും നിധി ഈ വീട്ടിൽ വന്നേ പിന്നെയല്ലേ ഇത്രയും മാറ്റങ്ങളൊക്കെ ഉണ്ടായത്. നിധിയാണെങ്കിൽ ഇവിടെ വന്നവരുടെ അടുത്തെല്ലാം പറഞ്ഞ് നീ കേട്ടായിരുന്നില്ലേ, അത് ഈ വീട്ടിലെ ഒരു കുട്ടിയായതുകൊണ്ടാണ് പറഞ്ഞത്, അതിന് നീ ഇങ്ങനെ പറയേണ്ടില്ലായിരുന്നു എന്നൊക്കെ സുധീഷിനെ വഴക്ക് പറയുന്നുണ്ട്. എന്തായാലും പറഞ്ഞോട്ടെ, ഇത് നീ പറയുന്ന കുറച്ച് നാൾ മാത്രമല്ലേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. എന്താ അങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിക്കുന്നുണ്ട് സുധീഷ്. അതൊന്നും അറിയേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറയുമ്പോഴത്തേക്കും ഹരീഷ് വരുന്നുണ്ട്. ഹരീഷിൻ്റെ അടുത്ത് നിധി പറയുക, നീതുവിനെ വിളിച്ചായിരുന്നോ? നീതു ആണെങ്കിൽ ഇവിടെ വന്നിട്ട് പോയപ്പോഴേ പിന്നെ ഇവിടെ എല്ലാവർക്കും അവളെ ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു, നല്ല കുട്ടിയാ. എന്തായാലും ഇഷ്ടം അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്നു പറഞ്ഞ സ്ഥിതിക്ക്, കല്യാണമൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് വീട്ടുകാർ എല്ലാവരും ആഗ്രഹപ്രകാരം നല്ല രീതിയിൽ നടത്തണമെന്ന് തീരുമാനിച്ചിരിക്കുകയല്ലേ. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഈ സുഭാഷിൻ്റെ കല്യാണം കൂടെ നടത്തണം, നിങ്ങൾ എന്ത് പറയുന്നു എന്നൊക്കെ നിധി ചോദിക്കുന്നുണ്ട്. അതിനെന്താ, നമുക്ക് ഇനി നോക്കി തുടങ്ങണം, അന്ന് വെച്ച് പതുക്കെ നിർത്തി വെച്ചിരുന്നതല്ലേ, ഇനിയാണെങ്കിൽ എന്ത് വെച്ചാലും നോക്കിയാൽ മതിയാവുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് ഹരീഷ് പറയുക, അതിനിപ്പോൾ ചാന്ദിനി എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ടല്ലോ, പക്ഷേ മലയാളം അറിഞ്ഞുകൂടുന്നേ ഉള്ളൂ, ഒരു ഹിന്ദിക്കാരിയെങ്കിലും നമുക്ക് ഈ വീട്ടിൽ കൊണ്ടുവന്നെന്ന് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടതും സുഭാഷ് പറയുക, ഇനിയൊന്നും പറയുകയൊന്നും ചെയ്യരുത് കേട്ടല്ലോ, ജോലിക്ക് വന്ന കുട്ടിയാ, അനാവശ്യം പറഞ്ഞു പോകരുത്, ഇനി ഇതുപോലെ ഞാൻ പറയുന്നത് കേൾക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും എനിക്കൊരു സംശയമുണ്ട്, ആ കുട്ടിക്ക് ചേട്ടൻ്റെ അടുത്ത് ഇഷ്ടമുണ്ട് എന്നൊക്കെ നിധിയും പറഞ്ഞാൽ കേട്ടിട്ട് പറയുക, ഇനി നിങ്ങളായിട്ട് ആരെ ഇഷ്ടപ്പെടുത്താതിരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് സുഭാഷ് പോകുന്നുണ്ട്. അങ്ങനെ വീട്ടിൻ്റെ മുറ്റത്താണെങ്കിൽ ആ സ്റ്റെപ്പിൽ ഇരിക്കുന്നുണ്ട് ഭാസ്കരൻ്റെ അടുത്ത് നിധി പോയി പറയുക, നിങ്ങൾ ഇങ്ങനെ ഇരുന്നാൽ മതിയോ? എന്താ, ഞാൻ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. അല്ല, നിങ്ങളുടെ മൂത്ത മകന് ഒരു കല്യാണമൊക്കെ കഴിക്കണ്ടേ, രണ്ടുപേർക്ക് എല്ലാം ആയി കല്യാണമൊക്കെ, പക്ഷേ ആ ചേട്ടനൊരു ഭാവി വേണ്ടേ, എല്ലാവർക്കും വേണ്ടി ഇവിടെ കിടന്ന് അടുക്കളയിൽ കിടന്ന് പാചകം ചെയ്തുകൊണ്ടിരുന്നാൽ മതിയോ? എന്തായാലും ആ ചേട്ടനും ഒരു കല്യാണം നടത്തണം, അത് അച്ഛനായ നിങ്ങളാണ് വിചാരിക്കേണ്ടത് എന്നൊക്കെ നിധി പറയുന്നുണ്ട്. ഇത് കേട്ടത് ഭാസ്കരൻ പറയുക, ഞാൻ വിചാരിച്ച എങ്ങനെ നടക്കാനാ, ഏതെങ്കിലും ആലോചന വന്നാലേ നടക്കാൻ പറ്റുള്ളൂ, നമുക്ക് നോക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ട് നിധി പറയുക, നോക്കാമെന്ന് പറഞ്ഞാൽ പോരാ, എന്തായാലും ഒരു കല്യാണം പെട്ടെന്ന് തന്നെ നടത്തണം, അല്ല എങ്കിൽ ഈ വീട്ടിലെ ആ ചേട്ടൻ്റെ ഒരു അനാഥാലയ പോലെ ആയിപ്പോവും. എന്തായാലും ഇനി ഒറ്റപ്പെടൽ പാടില്ല. കാര്യമെന്ന് വെച്ചാൽ അനിയന്മാർക്ക് രണ്ടുപേർക്കും കല്യാണം കഴിഞ്ഞതുപോലെ, പക്ഷേ അതിന് കല്യാണം കഴിഞ്ഞില്ലല്ലോ, എനിക്കതുകൊണ്ടൊരു വിഷമമുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷേ നീ എന്നെ എന്ത് പറഞ്ഞിരുന്നാലും എന്നെ ചീത്ത വിളിച്ചിരുന്നാലും ഞാൻ തിരിച്ചൊന്നും പറയില്ല, അത് നിനക്ക് മാത്രമേ ഞാൻ ആ സ്വാതന്ത്ര്യം തന്നിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട് ഭാസ്കരൻ. അതിനെ ഞാൻ ചീത്ത വിളിക്കൊന്നുമില്ല, ഇല്ല വഴക്ക് പറഞ്ഞിരുന്നാലും ഞാൻ തിരിച്ചൊന്നും പറയില്ല
എൻ്റെ മോളായിട്ട് ആദ്യം ഈ വീട്ടിൽ വന്നതാ. ആ ഒരു എല്ലാ സ്നേഹവും എനിക്ക് നിൻ്റെ അടുത്തുണ്ട്. അതുകൊണ്ട് നീ പറഞ്ഞ കാര്യം ഞാൻ കേട്ടില്ല എന്ന് നടിക്കുന്നില്ല. ഞാൻ എത്രയും പെട്ടെന്ന് തന്നെയാണ് ഞാൻ കല്യാണമെന്ന് നോക്കുന്നുണ്ട്, എല്ലാം ശരിയാക്കി തരും എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട് ഉടനെ സൈക്കിളും എടുത്തിട്ട്. ആ സമയത്ത് സുഭാഷ് ഒന്ന് ചോദിക്കുക, എന്താ അച്ഛനടുത്ത് പറഞ്ഞുകൊണ്ട് നിന്നേ? അച്ഛൻ എന്തോ പറയുന്ന കേട്ടല്ലോ. അല്ല, ഞാൻ സുഭാഷിൻ്റെ കല്യാണാലോചനയുടെ കാര്യമാണ് പറഞ്ഞത്, നീ അത് വിട്ടില്ലായിരുന്നോ? ഇനി അതിനെക്കുറിച്ച് പറയണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഹരീഷാണെങ്കിൽ വർക്ക്ഷോപ്പിൽ പോകാൻ നിൽക്കുന്ന സമയത്ത് അവിടെ നീതുവും അതുപോലെ തന്നെ ഫ്രണ്ട്സ് എല്ലാവരും ഇട്ട് സംസാരിക്കുന്നുണ്ട്. ഇനി ആർക്കും ഒരു തടസ്സവുമില്ല, നല്ല രീതിയിൽ നമ്മൾ കല്യാണം ഗംഭീരമായിട്ട് കുറേ ആൾക്കാരൊക്കെ വന്ന് കൂടി നടത്തണമെന്ന് എനിക്കൊരാഗ്രഹം, അതുകൂടെ നടത്തി തരുമല്ലോ അല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് കേട്ടിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുക ഹരീഷ്. ആ സമയത്ത് ഫ്രണ്ട്സൊക്കെ കളിയാക്കുന്നുണ്ട് ഹരീഷിൻ്റെ. നേരത്തെ എന്തോ ആയിരുന്നു അഭിനയം, ഞങ്ങളെ കാണിക്കുകയാണെങ്കിൽ ഒരു ഇഷ്ടമൊന്ന് തുറന്നു പറയുകയോ ഒരു ചിരിക്കുകയോ ഒന്നുമില്ലായിരുന്നു. പക്ഷേ ഇപ്പോഴാണെങ്കിൽ ഓരോരുത്തർക്കൊന്ന് മാറ്റമേ എന്നൊക്കെ പറഞ്ഞ് ഹരീഷിനെ കളിയാക്കുന്നുണ്ട്. ഇത് കേട്ടിട്ട് നീതു പറയുക, അത് ഞാൻ മാറ്റിയെടുത്തതല്ലേ, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ, അതിന് ഞാൻ സമ്മതിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും ഹരീഷ് പറയുക, എന്തായാലും എനിക്കിഷ്ടം തോന്നിയതിന് ഒരു കാരണം കൂടെ ഉണ്ട്. എൻ്റെ വീട്ടുകാരെ സപ്പോർട്ട് ചെയ്യുകയും സ്നേഹിക്കുകയും ചെയ്യണമെന്ന് എനിക്ക് വളരെ ആഗ്രഹം. അതുമാത്രമല്ല, നമുക്കൊരു ഒരു ആപത്ത് ഘട്ടത്തിൽ ആ സമയത്ത് ആരുമില്ലായിരുന്നു നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ പോലും. ആ സമയത്ത് എവിടുന്നോ വന്ന് പെട്ടെന്ന് വന്ന് നീ സംസാരിച്ചപ്പോഴത്തേക്കും നമ്മളെ നല്ലത് പറഞ്ഞപ്പോഴത്തേക്കും എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് മാത്രമാണ് നിൻ്റെ അടുത്ത് ഒരു ചെറിയ അടുപ്പം അന്ന് മുതൽ തോന്നി തുടങ്ങി. അല്ലാതെ എനിക്ക് നീ വന്ന് ഇഷ്ടമെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുമ്പോഴത്തേക്കും ഇത്രയും സ്നേഹം എനിക്കില്ലായിരുന്നു എന്ന് തുറന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടതും ഉടനെ തന്നെ നീതു പറയുക, ആണോ എങ്കിൽ എനിക്കും അതേ ഇഷ്ടം, എനിക്ക് തിരിച്ചുകൊണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇന്നപ്പോഴത്തേക്കാണ് നിധി അതുവഴി വരുന്നത്. നിധി വന്ന് കണ്ടിട്ട് പറയുക, എല്ലാവരും ഉണ്ടല്ലോ, എന്തൊക്കെയാണ് പറയുന്നേ എന്നൊക്കെ പറയുക. അത് ഒന്നുമില്ല, നേരത്തെ നടന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുക. വീട്ടിലാണെങ്കിൽ ഇപ്പോൾ അച്ഛനും അമ്മയും ആണെങ്കിൽ ഒന്നും പറയാറില്ല, എന്താണെന്നറിയില്ല. ആ സ്റ്റേഷനിൽ എഴുതി വിട്ടായിരുന്നല്ലോ, ഇനി ബഹളം വയ്ക്കത്തില്ല, നമ്മളെ ശല്യം ചെയ്യില്ല എന്ന് പറഞ്ഞ് ആ ഒരു ഇത് കാണാനും ഉണ്ട് കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. അതെന്തായാലും നന്ദിയുണ്ട് കേട്ടോ നിധി ചേച്ചി എന്ന് പറയുന്നുണ്ട് നീതു. ആ ശരി, എന്നാൽ ഞാൻ പോട്ടെ, എനിക്ക് ഓഫീസിൽ പോകാൻ സമയമായി എന്ന് പറഞ്ഞ് നിധി പോവുകയും ചെയ്യുന്നുണ്ട്. ആ സമയത്ത് തൊട്ടടുത്തൂടെ നടന്നു വരുന്നത് നികേഷാണ്. നികേഷും അങ്ങനെ നിധിയായിട്ട് നടന്നുകൊണ്ട് പോയി ബസ് സ്റ്റോപ്പിൽ നിന്നപ്പോഴത്തേക്കും പറയുന്നുണ്ട്, രണ്ടുപേരും ഇഷ്ടപ്പെട്ട് ഓരോ കല്യാണങ്ങളൊക്കെ കഴിഞ്ഞു. പക്ഷേ നിനക്ക് ആരെങ്കിലും ഇഷ്ടം തോന്നിയിട്ടുണ്ടോ, ആരെങ്കിലും അതോ ഇഷ്ടമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് മാത്രമല്ല, എങ്ങനത്തെ കുട്ടിയാ ഇഷ്ടം എന്നൊക്കെ നിധി ചോദിക്കുന്നുണ്ട്. ഇത് കേട്ടത് പറയുക നികേഷ് അത് ആ വെയിറ്റ് ഷെഡിൽ വെയിറ്റ് ചെയ്യുന്ന ബസ്സിന് കാത്തു നിൽക്കുന്ന ആ കുട്ടികൾ, കുറേ പെൺകുട്ടികളുണ്ടായിരുന്നു. അതിനിടയിൽ ഒരു മുഖത്തെ നോക്കി ചിരിക്കുന്നത് കണ്ടിട്ട് നിധി ചോദിക്കുക, അതാരാ എന്താ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അല്ല, എനിക്ക് അതുപോലത്തെ ഒരു കുട്ടിയെ എനിക്കിഷ്ടം, എന്താ നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇല്ല, ഞാനെന്നും ഇവിടെ ബസ് കയറാൻ വരുമ്പോൾ കാണുമ്പോഴത്തേക്കും ചിലപ്പോൾ ചിരിക്കും, അത്രയേ ഉള്ളൂ. പിന്നെ ഞാനാണിങ്ങനെ ഇപ്പം കണ്ടില്ലേ, നീ നോക്കിയപ്പോൾ തന്നെ ആ കുട്ടി നിന്നെ നോക്കി ചിരിക്കുന്നേ, ഇതിനെനിക്ക് ഉറപ്പാണ് നിൻ്റെ അടുത്ത് ഇഷ്ടമുണ്ടെന്ന്. എന്തായാലും കൊള്ളാം, എല്ലാവരും അപ്പോൾ സ്നേഹിച്ച് തന്നെ കെട്ടാൻ തീരുമാനിച്ചിരിക്കുന്നേ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. ഇല്ല, എനിക്ക് എന്തോ ഒരു പ്രത്യേകത തോന്നി, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്ന് പറയുന്നുണ്ട് നികേഷ്. അങ്ങനെ അവർ പോയിട്ട് തിരിച്ചു വന്ന് വീട്ടിലെല്ലാവരും കൂടെ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചിരിക്കുക. ആ സമയത്ത് സുഭാഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട് നിധി, ഒരു കാര്യം അറിഞ്ഞായിരുന്നോ, ഞങ്ങളിന്ന് പോകാൻ വേണ്ടി റോഡിൽ നിന്നപ്പോഴത്തേക്കും അവിടെ ബസ് കാത്തുനിന്ന ഒരു കുട്ടി, ആ കുട്ടിയുടെ അടുത്ത് എന്തോ ഒരു ഇഷ്ടം നികേഷിനുണ്ട്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിക്കുന്നത് കണ്ടായിരുന്നു. അപ്പോൾ നികേഷ് പറഞ്ഞു എന്നും ദിവസം കാണുമെന്ന്. പക്ഷേ ഇനി ഒരു പ്രണയം കൂടെ ഉണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. ഇത് കേട്ടോ അങ്ങനെയൊന്നുമില്ല ചേച്ചി എന്ന് പറഞ്ഞ് പറയുന്നുണ്ട്. എന്നിട്ട് നിധിയുടെ അടുത്ത് വീണ്ടും പറയുന്നുണ്ട്, എന്തായാലും എങ്ങനെയെങ്കിലും കല്യാണം നടക്കട്ടെ എന്ന് ഭാസ്കരൻ പറയുന്നുണ്ട്.
ഇവിടെയാണെങ്കിൽ എല്ലാവരും കൂടെ പറഞ്ഞ് ഒരു പെണ്ണ് ഈ വീട്ടിൽ വരേയില്ല, അഥവാ വന്നാൽ തന്നെ എല്ലാവരും ഓട്ടിക്കാൻ നടക്കുന്ന ഞങ്ങൾ അയൽവാസികളാണ് ഇവിടെ ഉള്ളത്. അതിനൊക്കെ മാറ്റം വരണ്ടേ? അതിനിവർക്ക് സാധിക്കുമെങ്കിൽ അതല്ലേ നല്ലത് മോളെ എന്ന് ഭാസ്കരൻ പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് നികേഷ് പറയുക, എന്തായാലും നിങ്ങൾ അഭിപ്രായമൊന്നും വേണ്ട, അതിന് ഒന്ന് ചിരിച്ചെന്ന് പറഞ്ഞ് വേറെ ഒന്നുമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് നിധിയുടെ അടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കുമാണ് നിധിക്കാണെങ്കിൽ നിധിയുടെ അച്ഛൻ ഫോൺ ചെയ്യുന്നത്. എന്താ ഈ സമയത്ത് അച്ഛൻ വിളിക്കുന്നത് എന്ന് ഫോൺ നോക്കിയിട്ട് കട്ടാക്കി വെക്കുന്നുണ്ട്. ആ സമയം സുഭാഷ് പറയുക, എന്തിനാ ഫോൺ കട്ടാക്കുന്നേ, സംസാരിക്കാത്തെന്താ? ഇല്ല, എനിക്ക് സംസാരിക്കാൻ തോന്നുന്നില്ല. എൻ്റെ അടുത്ത് ആ രീതിയിൽ പ്രവൃത്തികളാണ് അതിന് ശേഷവും ചെയ്തത്. ഇനി അടുത്ത് എന്തിനാണെന്നറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും ഫോൺ എടുക്കുന്ന പറഞ്ഞ് കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് വിളിച്ചതല്ലേ, ഞാൻ കഴിച്ചിട്ട് പോയിട്ട് വിളിക്കാമെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. ആ സമയത്ത് സുധീഷ് പറയുക, ഇത് എന്തിനോ ഒരു കാര്യത്തിനായിരിക്കും വിളിക്കുന്നത്, ഇനി അടുത്ത് എന്ത് ഉരക്കൊടുക്കായിരിക്കും ഇനി നടക്കാൻ പോകുന്നത് എന്നൊന്നും അറിയില്ല എന്ന് സുഭാഷിൻ്റെ അടുത്തും ഹരീഷിൻ്റെ അടുത്തും പറയുന്നുണ്ട്. എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം ഹരീഷേ, എന്താ വെച്ചാലും നിൻ്റെ അടുത്ത് ഭയങ്കര ഇഷ്ടമാണ് നീതുവിന്, അതുപോലെ തന്നെ കണ്ടില്ലേ എൻ്റെ അടുത്ത് ഭയങ്കര ഇഷ്ടമാണ് നിധിക്കും. അതുകൊണ്ടല്ലേ ഇങ്ങനെ ഇരുന്ന് നമ്മളെല്ലാവരും കൂടെ ഞങ്ങളെ കുടുംബത്തിൽ ഇത്ര സപ്പോർട്ട് ചെയ്യുന്ന ഒരു ചേട്ടത്തി നിനക്ക് കിട്ടിയത് എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടതും സൂക്ഷിച്ച് ദേഷ്യത്തോടെ സുധീഷിനെ നിധി നോക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും ബാക്കിയുള്ളവർ പറയുക, മിണ്ടാതെ വായ്മച്ചിരുന്നൂടെ, എന്തിനാ ഇനി അടുത്തിനി എന്തെങ്കിലും ഒരു പിണങ്ങിപ്പോക്കിന് വേണ്ടിയായിരിക്കും ഇനി അടുത്തും പറയുന്നത്. അതുകൊണ്ട് സുഭാഷ് പറയുന്നുണ്ട്, മിണ്ടാതെ തിന്നിട്ട് എഴുന്നേറ്റ് പോകാൻ നോക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. അല്ല, ഞാൻ പറഞ്ഞു പോയതാ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇരുന്ന് സുധീഷ് കഴിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ സമയത്താണ് അവിടെ സുനന്ദ വരുന്നത്. എന്താ ഈ സമയത്ത് വരുന്നേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അല്ല, ഞാൻ നാളെ പോവുക വീട്ടിലോട്ട്, എനിക്ക് എല്ലാവരും ഒന്ന് കാണണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാൻ വന്നത്. ഞാനാണെങ്കിൽ കുറച്ച് ദിവസം നിൽക്കാൻ വന്നെങ്കിലും എനിക്ക് നിങ്ങളെയൊക്കെ ഒരുപാട് മിസ് ചെയ്തു ഞാൻ അവിടെ പോയിട്ടായിരുന്നാലും. ഒന്നാമത് പ്രത്യേകിച്ചും സുഭാഷ് ചേട്ടനെ എന്ന് പറഞ്ഞ് നോക്കി ചിരിക്കുന്നുണ്ട്. ഇത് കേട്ടത് സങ്കടത്തോടെ സുഭാഷ് പറയുന്നുണ്ട്, ഇനിയെങ്കിലും ഇവിടെ വരരുത്, ഇനി ഇതൊരു പ്രശ്നമായി, ഇനി നിങ്ങളെ കുടുംബജീവിതത്തിൽ ഒരു പ്രശ്നമാകരുത് എന്നൊക്കെ പറയുന്നുണ്ട്. അല്ല, ഞാനിപ്പോൾ നിധിയെ കാണാൻ കൂടിയാണ് വന്നത്. എന്തായാലും ഇവർക്ക് ഇത്രയും നല്ല സപ്പോർട്ട് കൊടുക്കുന്ന ഒരു കുട്ടി ഇവിടെ ഉള്ളത് തന്നെയാണ് ഏറ്റവും വലിയൊരു ആശ്വാസം. അതുമാത്രമല്ല, ഞങ്ങളാണെങ്കിൽ ഒരുപാട് സ്നേഹിച്ച ഒരു വീട്ടുകാരാണ് ഇവരെല്ലാവരും. ഇപ്പോഴാണെങ്കിൽ എൻ്റെ അച്ഛനും അതുപോലെ അമ്മയും വലിയച്ഛനും ഒക്കെ ഇവർക്ക് സ്വത്തിൻ്റെ പേരിൽ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടുന്നത് കാണുമ്പോൾ ഞങ്ങൾക്ക് തോന്നാറുണ്ട്, ഞങ്ങളുടെ ജീവിതവും ഈ ഒരു സമ്പത്തിൻ്റെ പേരിൽ നഷ്ടപ്പെട്ടു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയത് എന്നൊക്കെ സുനന്ദ പറയുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞില്ലേ, ഇനി അതിനെക്കുറിച്ചൊന്നും പറയണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് സുനന്ദ എല്ലാവരുടെ അടുത്തും യാത്ര അറിഞ്ഞ് പോകുന്നുണ്ട്. ആ സമയത്തും അവിടെ സുനന്ദയുടെ അമ്മ വന്ന് ബഹളം വയ്ക്കുന്നുണ്ട്. നീ ഈ സമയത്ത് എവിടെയാണ് പോയേ, എന്തിനാ ഇവിടേക്ക് വന്നത്, പറഞ്ഞിട്ടില്ലേ ഇങ്ങോട്ട് വരില്ലെന്ന് പറഞ്ഞിട്ട് എന്നൊക്കെ പറഞ്ഞ് വഴക്ക് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ കല്യാണം കഴിഞ്ഞിട്ട് എന്നെ ഇനി കൂടുതൽ ഒന്നും പറയാനോ വഴക്ക് പറയാനോ നിൽക്കരുത്, നിങ്ങളെ ഇഷ്ടത്തിനാണ് ഞാൻ കല്യാണം കഴിച്ചത്, ഇനിയും എന്നെ കൂടുതൽ ഭരിക്കാനൊന്നും വരണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ല ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞ് വീണ്ടും കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് പോകുന്നുണ്ട് സുനന്ദയെ. ഇത് കണ്ടിട്ട് സങ്കടത്തോടെ സുഭാഷ് ഇരിക്കുകയും ചെയ്യുന്നുണ്ട്. ആ സമയത്ത് നീതുവിനെ വിളിക്കാൻ വേണ്ടി ഹരീഷ് ഫോൺ എടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും ഭാസ്കരൻ പറയുക, ഞാനൊരു കാര്യം നിങ്ങളുടെ അടുത്തില്ലാണെന്ന് പറഞ്ഞേക്കാം, ഇനി ഇതിൻ്റെ പേരിൽ ഒരു വഴക്ക് ഈ വീട്ടിൽ നടക്കാൻ പാടില്ല. എത്ര പേരാ ഇവിടെ വന്നതെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ ഈ ഹരീഷിൻ്റെ പേരിൽ. ഇനിയാണെങ്കിൽ ഇത് അതുപോലെ തന്നെ നടക്കാൻ പാടില്ല. ഇനി എന്താ വെച്ചാലും അവിടെ എഴുതി വെച്ചതുകൊണ്ട് അത്രയൊരു ബഹളത്തിൻ്റെ കുറവിവിടെ ഉണ്ട് എന്നൊക്കെ സുഭാഷ് പറയുന്നുണ്ട്. അല്ലെങ്കിൽ നീതുവിൻ്റെ വീട്ടുകാർ ഇപ്പോഴും ഇവിടെ വന്നെന്ന് ബഹളം വെച്ചുകൊണ്ടല്ലേ ഇരിക്കുമായിരുന്നുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇരിക്കുകയാണ് നിധി കഴിച്ച ശേഷം അച്ഛനെ വിളിക്കാൻ തീരുമാനിച്ചിരിക്കുക. അങ്ങനെ അച്ഛനെ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. അച്ഛൻ പറയുക, എന്താ ഞാൻ ഫോൺ വിളിച്ചിട്ട് എടുക്കാത്തത്, ഞാനൊരു അത്യാവശ്യ കാര്യം പറയാനാണ് വിളിച്ചത്. നീയാണെങ്കിൽ ഡൈവേഴ്സ് വാങ്ങാൻ പോണെന്ന് ഞാൻ അറിഞ്ഞായിരുന്നല്ലോ, അത് ശരിയാണോ? എങ്കിൽ അത് നീ എടുത്ത നല്ലൊരു തീരുമാനമാണ്. അത് എടുത്ത ശേഷം ഉടനെ തന്നെ നീ ഇനി അവിടെ നിൽക്കേണ്ട കാര്യമില്ല, നീ നേരെ ഇങ്ങോട്ട് വരണം എന്നൊക്കെ പറയുന്നുണ്ട്.
അതിന് ആരാ പറഞ്ഞ നിങ്ങളുടെ അടുത്ത്? ഞാനതൊന്നും തീരുമാനിച്ചിട്ടേ ഇല്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ഇതാണെങ്കിൽ സുധീഷ് അടുത്തു നിന്ന് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തിനെക്കുറിച്ചാണ് നിധി എന്ന് എന്നിട്ട് പറഞ്ഞിട്ട് നിധി ഉടനെ ഫോൺ വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ആ സമയത്ത് സുധീഷ് ചോദിക്കുക, എന്തിനാ അച്ഛൻ വിളിച്ചത്? ഇല്ല, ഒന്നുമില്ല. എൻ്റെ ഡൈവേഴ്സിൻ്റെ കാര്യം ആരോ പറഞ്ഞ അച്ഛൻ അറിഞ്ഞു, അതുകൊണ്ടാണ് എന്നെ വിളിച്ചെന്നൊക്കെ പറഞ്ഞായിരുന്നു. എന്തായാലും അത് എത്രയും പെട്ടെന്ന് നമുക്ക് റെഡിയാക്കണം. അത് സുധീഷിനെ വിചാരിക്കണം കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടതും സുധീഷ് പറയുക, ഇനിയെങ്കിലും ഇതിനെക്കുറിച്ച് നിർത്തിക്കൂടെ? ഇനി എൻ്റെ അടുത്ത് ആവശ്യപ്പെടരുത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഡൈവേഴ്സിന് ഒരു താല്പര്യമില്ല. ഇപ്പോഴെൻ്റെ അടുത്ത് ഇഷ്ടം പോലെയല്ലേ സംസാരിക്കുന്നത്, അത്രയും ഇഷ്ടമുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ എന്തിനാ ഒരു അഭിനയം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് സുധീഷ് നിധിയുടെ അടുത്ത്.